നമ്മുടെ ഫ്രീ സൈഡ് DTHന്റെ സാറ്റലൈറ്റ് മാറുന്നു. പുതിയ സാറ്റലൈറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം. വളരെ ഈസിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ വീഡിയോകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഇതിപ്പോൾ നമ്മൾ നിലവിൽ സെറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്രസ് 40 ഡിഗ്രീൻ്റെ പൊസിഷനാണ്. അതായത് നമ്മുടെ ഫ്രീ സൈഡ് DTHന്റെ ഇപ്പോൾ നിലവിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഡിഷ് ആൻറ്റിനയാണ്. അപ്പോൾ ഇത് നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ടെർക്ക്സാറ്റിൻ്റെ സാറ്റലൈറ്റ് മാറും. അതായത് ടെർക്ക്സാറ്റ് 6A 42 ഡിഗ്രിയിൽ മാറും. അപ്പോൾ നമുക്ക് ടെർക്ക്സാറ്റ് 42 ഡിഗ്രിയിലാണ് ഫ്രീ സൈഡ് DTHന്റെ ചാനലുകൾ ഇനി തുടർന്ന് ലഭിക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടെർക്ക്സാറ്റ് 6Aൻ്റെ 117/48 ഫ്രീക്വൻസി മാക്സിമം സിഗ്നൽ കൂട്ടിയെടുക്കുക. ഇപ്പോൾ എനിക്കിവിടെ 80-84% സിഗ്നൽ ലഭിക്കുന്നത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാണാം. ഞാനിത് മാക്സിമം 91% ആക്കി സിഗ്നൽ കൂട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് സിഗ്നൽ കൂട്ടാൻ ഡിഷ് ആൻറ്റിൻ്റെ അടിഭാഗം ഇത്തിരി ഒന്ന് ഉയർത്തുക. ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചൊക്കെ ഒന്ന് ഉയർത്തി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഷ് ആൻറ്റിനയിൽ മാക്സിമം സിഗ്നൽ ലഭിക്കും. ഇവിടെ കാണാം എനിക്ക് 92% സിഗ്നൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ സൈഡ് DTHന്റെ സിഗ്നലും അതുപോലെ കയറി വരും. ഇവിടെ കാണാം പുതിയ ഫ്രീക്വൻസി 12,522 ഹോറിസോണ്ടൽ 30,000. ആ ഫ്രീക്വൻസി നിങ്ങളൊന്ന് എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫ്രീക്വൻസി സിഗ്നൽ ലഭിക്കുന്നുണ്ട് നോക്കുക. എനിക്ക് 91% തന്നെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രീ സൈഡ് DTHന്റെ പുതിയ ഫ്രീക്വൻസിക്ക് നിങ്ങളുടെ കാണാം. എനിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരുപാട് മരങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ കുറഞ്ഞൊരു ആകാശം മാത്രമേ ഉള്ളൂ. ഈ ഒരു ഗ്യാപ്പ് കൂടിയാണ് ഞാൻ നമ്മുടെ ടെർക്ക്സാറ്റ് 6A നമ്മുടെ ഫ്രീ സൈഡ് DTHന്റെ സിഗ്നൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല സിഗ്നൽ ലഭിക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ടൈഗറിൻ്റെ സെറ്റ് ബോക്സിൽ കണക്ട് ചെയ്യാണ്. ഞാനിവിടെ നമ്മുടെ ഫ്രീ സൈഡ് DTHന്റെ പുതിയ ഫ്രീക്വൻസി ഒന്ന് മാത്രമായിട്ട് ട്യൂൺ ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാം FTF ഫോർമാറ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ FTF ഫോർമാറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ 7 ചാനലുകൾ ട്യൂൺ ആയത് കാണാം. ഇനി നമുക്ക് ഒന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്യാം. ബ്ലൈൻഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ചാനലുകൾ ലഭിക്കും നോക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലൈൻഡ് സ്കാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാണാം. ഓൾ ടൈപ്പാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ടെർക്ക്സാറ്റ് 6A 42 ഡിഗ്രിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ 45 ഡിഗ്രിയും. അപ്പോൾ 45 ഡിഗ്രിത്തെ സിഗ്നൽ നമുക്കിതിൽ കയറി വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണാം. ഒരുപാട് ഫ്രീക്വൻസികൾ ഇവിടെ ട്യൂൺ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചാനൽ ട്യൂൺ ആയത് കാണാം. നമുക്കിവിടെ ട്യൂൺ ആവുന്നത് 172 ചാനലുകൾ ട്യൂൺ ആയില്ലേ. ഇത് നമുക്ക് കാര്യമൊന്നുമില്ല. അതിൽ നമുക്ക് ഒരു ടെമ്പററി ഫ്രീ ടൂർ ചാനൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീ സൈഡ് DTHലെ ടെമ്പററി ഫ്രീ ടൂർ ആയിട്ടുള്ള 7 ചാനലുകൾ നമുക്ക് ലഭിക്കുന്നത്. ഇത് എപ്പോൾ വേണമെങ്കിലും പേ ഫോർ മാറാം. എന്നാൽ നമുക്ക് കിട്ടുന്ന സമയം വരെ കാണാവുന്നതാണ്. 1 മുതൽ 22 വരെയുള്ള ചാനലുകൾ നമുക്കിന്ന് ടെമ്പററി ഫ്രീ ടൂർ ആയിട്ട് ലഭിക്കുന്നത്.